ശുദ്ധ തെമ്മാടിത്തമാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഇത്ര മടി? കെ.സി. വേണുഗോപാലിനോട് ദില്ലിയിൽ വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. മുഹമ്മദ് റിയാസിനെ നാഷണൽ ഹൈവേയുടെ പൂർത്തിയായ 2 റീച്ച് ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്ന് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ, അതിനെ വിമർശിക്കാതെ ഒഴിഞ്ഞു മാറുന്ന കെ.സി. വേണുഗോപാലിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കോൺഗ്രസിന്റെ നിലപാട് അതുതന്നെയാണ്. ആദ്യം നമുക്ക് കെ.സി. വേണുഗോപാലിന്റെ വാക്കുകൾ കേൾക്കാം. ഇത് പൂർത്തീകരിക്കാത്ത പദ്ധതിയാണ്. ഓരോ സ്ട്രെച്ച് എന്ന് പറഞ്ഞിട്ടാണ് ദേശീയപാത പൂർത്തീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അത്രേ ഉള്ളൂ. പക്ഷേ കേരള സർക്കാരും അതിനകത്ത് മുഖ്യപ്രതിയാണ്. അവരുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കുറെ നാൾ മുമ്പ് ചിത്രീകരിച്ചതാണത്. എല്ലായിടത്തും പ്രശ്നങ്ങളായിരുന്നു. റോഡ് പൊട്ടിപ്പൊളിഞ്ഞു, തകരാറായി, എഞ്ചിനീയറിംഗ് ഫോൾട്ടാണ്, ഡിസൈൻ ഫോൾട്ടാണ്, മണ്ണ് ഉപയോഗിക്കുന്നത് മോശമാണ്. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷെ ഇപ്പൊ അതിനകത്ത് പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു ഉദ്ഘാടനമാണ്. ഈ ചടങ്ങിൽ ക്ഷണിക്കാത്തൊരു ഫെഡറൽ തത്വങ്ങളോടുള്ള ഒരു അനീതിയാണെന്ന് കരുതുന്നില്ലേ? അല്ല, കേന്ദ്ര ഗവൺമെന്റിന് വല്ല ഫെഡറലിസത്തോട് വല്ല ബാധ്യതയുണ്ടോ? പക്ഷേ ഇതേ കേരള ഗവൺമെന്റല്ലേ കേന്ദ്രത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നത്. PM-ശ്രീ വന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ. മന്ത്രിമാർ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് പറയുന്നത്. പക്ഷെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്നുണ്ട്. അല്ല, അത് അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഉള്ളവരാണ്. ഇതേ നിലപാടല്ല മുസ്ലിം ലീഗിനുള്ളത്. UDF-ലെ പ്രധാന ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് പക്ഷേ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തത് ചീപ്പാണ്, ശുദ്ധ തെമ്മാടിത്തമാണ് എന്ന് പറയുന്നു മുസ്ലിം ലീഗ് നേതാക്കൾ. PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും മാധ്യമപ്രവർത്തകരോട് മുസ്ലിം ലീഗിന്റെ നിലപാട് വ്യക്തമാക്കി. എന്തുകൊണ്ടാണ് PA മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാതിരിക്കുന്നത്? അത് തെറ്റാണ്, ക്ഷണിക്കേണ്ടതായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയുന്നു മുസ്ലിം ലീഗ് നേതാക്കൾ. അതും കൂടി കേൾക്കാം. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അത് വളരെ ഒരു ചീപ്പായ പരിപാടി. BJP സംസ്ഥാന അധ്യക്ഷൻ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു ശരിയായില്ല. ദേശീയപാതയുടെ ഉദ്ഘാടന പരിപാടിയിൽ നിന്നും പൊതുമരാമത്ത് മന്ത്രി ഒഴിവാക്കിയിരിക്കുകയാണ്. അതിനെ തുടർന്ന് മന്ത്രിസഭ മൊത്തത്തിൽ ബഹിഷ്കരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കം എല്ലാവരും ആ പരിപാടി ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ശരിക്കും ജനാധിപത്യ സംവിധാനത്തിൽ, ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന ഭരണം ആർക്കാണെങ്കിലും അവർക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കേണ്ടത് നിർബന്ധമാണ്, മര്യാദയാണ്. ഈ ജനാധിപത്യ മര്യാദകളെ കാറ്റിൽ പറത്തുന്ന നയം ശരിയല്ല. ഇത്തരം കാര്യങ്ങളിൽ അവരെ കൂടി ഉൾപ്പെടുത്തേണ്ടത് നിർബന്ധമാണ്. ഇവിടെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടിയില്ല. കോൺഗ്രസ് നേതാക്കൾ അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ BJP-യുടെ നിലപാടിനെ പരോക്ഷമായി പിന്തുണച്ച് രംഗത്ത് വരുന്നു. ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ കെ.സി. വേണുഗോപാലിന് പറയാമല്ലോ, PA മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാതിരുന്നത് ശുദ്ധ തെമ്മാടിത്തമാണ്. കാരണം പൊതുമരാമത്ത് വകുപ്പാണ് കേരളത്തിലെ നോഡൽ ഏജൻസി, ദേശീയപാത നിർമ്മിക്കുന്നതിനുള്ള നോഡൽ ഏജൻസി. ദേശീയപാത നിർമ്മാണത്തിന്റെ എല്ലാ വശങ്ങളും ശ്രദ്ധിക്കുകയും അപ്പോൾ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം കൊടുക്കുകയും കേന്ദ്ര സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ദേശീയപാത അതോറിറ്റിക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുന്നതും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പാണ്. അങ്ങനെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം, കേന്ദ്ര സർക്കാരാണ് നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ടെൻഡർ വിളിക്കുന്നത്, ഡിസൈൻ രൂപീകരിക്കുന്നത്, DPR തയ്യാറാക്കുന്നത് എല്ലാം ദേശീയപാത അതോറിറ്റിയാണ്, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള അതോറിറ്റിയാണ്. എന്നാൽ കേരളത്തിലാണ് നിർമ്മാണം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പൊതുമരാമത്ത് വകുപ്പിന് നിർണായക റോളുണ്ട്. പൊതുമരാമത്ത് വകുപ്പാണ് നോഡൽ ഏജൻസി. എന്നിട്ട് പോലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല ഉദ്ഘാടന ചടങ്ങിലേക്ക് എന്നത് ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നിലപാടെങ്കിലും കോൺഗ്രസ് നേതാക്കൾ പിന്തുടരാത്തത് എന്തുകൊണ്ടാണ്? ആ ചോദ്യത്തിന് കോൺഗ്രസ് നേതാക്കൾ നാളെ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല.